ചരിത്രപ്രസിദ്ധമായ കോഹിനൂർ വജ്രം ഇന്ത്യക്ക് തിരികെ നൽകണമെന്ന് ചാൾസ് മൂന്നാമനോട് ആവശ്യപ്പെടുമെന്ന് ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദാനി വാർത്താസമ്മേളനത്തിലാണ് മംദാനി ഇക്കാര്യം അറിയിച്ചത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ പ്രശസ്തമായ കോഹിനൂർ വജ്രം തിരികെ നൽകാൻ ബ്രിട്ടനിലെ ചാൾസ് രാജാവിനോട് ആവശ്യപ്പെടുമെന്ന് ഇന്ത്യൻ വംശജനായ ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി സെപ്റ്റംബർ 11 ന്യൂയോർക്കിലെത്തിയ രാജാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് മേയറുടെ നിർണായക പ്രതികരണം. ബുധനാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കൊളോണിയൽ അധിനിവേശത്തിനിടെ അടയാളമായി അവശേഷിക്കുന്ന കോഹിനൂർ വജ്രത്തെക്കുറിച്ചുള്ള തന്റെ നിലപാട് മംദാനി വ്യക്തമാക്കിയത്. രാജാവുമായി വ്യക്തിപരമായി സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ കോഹിനൂർ വജ്രം ഇന്ത്യക്ക് തിരികെ നൽകാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുമെന്നാണ് മംദാനി പറഞ്ഞത്. സെപ്റ്റംബർ 11 ആക്രമണത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് വേൾഡ് ട്രേഡ് സെന്റർ സന്ദർശിക്കാനായി ചാൾസ് രാജാവും കമല രാജ്ഞിയും ന്യൂയോർക്കിലെത്തിയിരുന്നു. സ്മാരകം സന്ദർശിച്ചതിന് പിന്നാലെ ചാൾസ് രാജാവുമായി മംദാനി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശേഷം ഭീകരാക്രമണത്തിന്റെ ഇരകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ചാൾസ് രാജാവും കമല രാജ്ഞിയും അപ്പർ മൻഹട്ടനിലെ കുട്ടികളെയും കുടുംബാംഗങ്ങളെയും പിന്തുണയ്ക്കുന്ന അർബൻ ഫാമുകളുടെ ഒരു ശൃംഖലയായ ഹർലം ഗ്രൗണ്ടും സന്ദർശിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആന്ധ്രാപ്രദേശിലെ ഗോൾക്കൊണ്ട ഖനിയിൽ നിന്നും ഖനനം ചെയ്തെടുത്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും അമൂല്യവുമായ വജ്രമാണ് കോഹിനൂർ. പ്രകാശപർവ്വതം എന്നാണ് കോഹിനൂർ എന്ന വാക്കിന്റെ അർത്ഥം. 13ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ ആന്ധ്ര തെലങ്കാന ഭാഗങ്ങൾ ഭരിച്ചിരുന്ന കാകതീയ രാജവംശത്തിന്റെ കൈവശമായിരുന്നു ഈ വജ്രം. വജ്രം ആരുടെ പക്കലാണോ ഉള്ളത് അയാൾക്ക് വലിയ സമ്പത്തും സമൃദ്ധി ലഭിക്കുമെന്നാണ് ഐതിഹ്യം. ഇതൊരു രാജ്യഭരണാധികാരിയുടെ പക്കലാണെങ്കിൽ ആ രാജ്യവും സമ്പുഷ്ടി കൈവരിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. കാകതീയ രാജവംശത്തിൽ നിന്ന് ഡൽഹി സുൽത്താൻമാർ ഈ വജ്രം കൈക്കലാക്കി. പിന്നീട് മുഗളന്മാർ, പേർഷ്യൻ ഭരണാധികാരികൾ, അഫ്ഗാൻ ഭരണാധികാരികൾ, പഞ്ചാബിലെ സിഖ് ഭരണാധികാരികൾ എന്നിവരിലൂടെ നൂറ്റാണ്ടുകളോളം വജ്രം കൈമാറി വന്നു. നിരവധി യുദ്ധങ്ങളും ഭരണങ്ങളും കോഹിനൂർ രത്നത്തിന്റെ പേരിൽ നടന്നിട്ടുണ്ട്. ഒടുവിൽ വജ്രം 1849 പഞ്ചാബ് പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാരുടെ കൈവശമെത്തി. 1852 ലണ്ടനിൽ വെച്ച് വീണ്ടും മുറിച്ചു മിനുക്കപ്പെട്ട ഈ വജ്രത്തിന് ഇപ്പോൾ 105.6 ക്യാരറ്റ് ഭാരമുണ്ട്. നിലവിൽ ഇത് ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ കിരീടത്തിലെ പ്രധാന ആകർഷണമായ ലണ്ടൻ ടവറിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് സിമലം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.